പുത്തികൈ പഞ്ചായത്തിൽ ജലനിധിയുടെ പല കുടിവെള്ള വിതരണ പദ്ധതികളും നോക്കുകുത്തികളായി മാറുന്നുവെന്ന് പരാതി. ഇതിലൂടെ സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയാണ് പാഴായി പോകുന്നതെന്നും ഓരോ പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. പുത്തികൈ ഗ്രാമപഞ്ചായത്തിൽ ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ഒന്നുകൊണ്ടും പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ലെന്നാണ് പരാതി. ഇക്കാരണത്താൽ മഴക്കാലം കഴിയുമ്പോൾ തന്നെ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങും. വിവിധ വാർഡുകളിലായി നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഉപയോഗരഹിതമായി കിടക്കുന്നത്. മുഗോ വാർഡിലും മൊഗരടുക്കയിലുമായി ജലനിധിയുടെ 3 പദ്ധതികൾ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും ഉദ്ഘാടനം ചെയ്യാതെ കാലം തള്ളുന്നു. 15 വർഷം മുമ്പാണ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കുമായി 46 കുടിവെള്ള പദ്ധതികൾ അനുവദിച്ചത്. ഇതിൽ 90% ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയാണെന്നാണ് പൊതുവിൽ ഉയരുന്ന ആരോപണം. ജലനിധിയിൽ കോടികൾ ചെലവഴിച്ചാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത്. ഓരോ വർഷവും കുടിവെള്ള പദ്ധതികൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോടികൾ വകയിരുത്താറുണ്ടെങ്കിലും ഈ പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണാൻ അതുകൊണ്ടൊന്നും ഇതുവരെയായിട്ടില്ല. എല്ലാ കൊല്ലവും ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാത്തത് വലിയ വെല്ലുവിളിയായി മാറുന്നു. ഇവിടെ ഒരു 46 കുടിവെള്ള ശുദ്ധജല പദ്ധതി നടപ്പിൽ വന്നു. അതിൽ 2 പദ്ധതി ഇന്നും ഉദ്ഘാടനം പോലും നടത്താത്ത മുഗുവാടിലാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മൊഗരടുക്ക ഒരു കുടിവെള്ള പദ്ധതി അതിന് മുമ്പ് ആയത്, അതും ഇപ്പോൾ നോക്കുകുത്തിയായി ടാങ്ക് ഒരു ഭാഗത്ത്, പിന്നെ പൈപ്പ് ഒരു ഭാഗത്ത്, മോട്ടർ ഒരു ഭാഗത്തായിട്ടുണ്ട്. ജലനിധി പദ്ധതി എന്ന് പറയുമ്പോൾ വേനൽക്കാലം മഴക്കാലം എല്ലാ സമയത്തും വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്, എനി ടൈം. അതിപ്പോൾ 2 പദ്ധതികൾ ആ മുഗുവാടിൽ പിന്നെ ഉദ്ഘാടനം പോലും നടന്നിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം പകുതി വഴിയിൽ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതൊന്നും നടത്താതെ നിങ്ങളെല്ലാം ആയി എന്ന് അവകാശപ്പെടുമ്പോഴും നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവർക്ക് ഇതൊക്കെ ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. അതിനൊന്നും മുൻകൈ എടുക്കാതെ MLA എവിടെ ഫണ്ട് വെക്കുന്നു അതിന് എതിരായിട്ട് ഒരു ഫണ്ട് വെക്കുന്നതല്ലാതെ വേണ്ടിയിട്ട് ഒരു ഫണ്ടും വെക്കുന്നില്ല. പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും ആരോപണം ശരിവെക്കും വിധം പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഉപയോഗശൂന്യമായി നോക്കുകുത്തി പോലെ നിൽക്കുന്ന ശുദ്ധജല വിതരണത്തിനുള്ള ടാങ്കുകൾ കാണാം. അങ്ങേയറ്റത്തെ അവഗണനയാൽ ഇവയെല്ലാം നാശത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഈയൊരു ഘട്ടത്തിലെങ്കിലും അടിയന്തര ഇടപെടൽ നടത്തി ഇത്തരം പദ്ധതികൾക്ക് പുനരുജ്ജീവനം നൽകണമെന്നും അതിലൂടെ തങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നുമാണ് ഇപ്പോൾ പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.